ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 240. കൊലോസ്യർ, എഫേസ്യർ, ഫിലമോൻ എന്നീ 3 ലേഖനങ്ങൾ പൗലോസ് തൻ്റെ ഈ കാരാഗ്രഹവാസത്തിൻ്റെ ആദ്യ വർഷത്തിൻ്റെ ഒടുവിൽ അല്ലെങ്കിൽ 2ാം വർഷത്തിൻ്റെ ആദ്യം എഴുതി എന്ന് തന്നെയാണ് നാം കണ്ടത്. ഒനസിമോസിൻ്റെ മനസ്സാന്തരത്തെ തുടർന്ന് പൗലോസിനെ അവൻ ശുശ്രൂഷിച്ച് തൻ്റെ പ്രയോജനത്വം തെളിയിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക എന്ന് പൗലോസിന് പറയുവാനും ഈ സമയദൈർഘ്യം ആവശ്യമായിരുന്നു. ഈ 3 ലേഖനങ്ങളുമായി തിഹിക്കോസും ഒനസിമോസും കൊലോസ്യയ്ക്ക് യാത്രയായി. തടവിലെങ്കിലും പൗലോസിൻ്റെ നിർവിഘ്നമായ സുവിശേഷ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. സ്വതന്ത്രനായ പൗലോസിനേക്കാൾ ശക്തനാണ് ഇപ്പോൾ ബന്ധനസ്ഥനായ പൗലോസ് എന്ന് വരുമാറ് റോമിൽ ക്രിസ്തീയ ദൗത്യം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു. അനേകരും കൂടുതൽ ചുമതലാബോധമുള്ളവരായി പ്രവർത്തിക്കുവാനും തുടങ്ങി. പൗലോസിൻ്റെ ബന്ധനം യേശുക്രിസ്തു മുഖാന്തരമാണ് എന്ന് അകമ്പടി പട്ടാളക്കാർക്ക് പോലും ബോധ്യപ്പെട്ടു. ഈ അവസരത്തിൽ പൗലോസിന് കൂടുതൽ ആശ്വാസവുമായി ഒരു പ്രിയ സഹോദരൻ ആ തടവിൽ പൗലോസിനെ സന്ദർശിച്ചു. ഫിലിപ്പിയ സഭയുടെ ഒരു പ്രതിനിധിയായ എപ്പഫ്രോദിത്തോസാണ് ആ വ്യക്തി. സഭയുടെ ഒരു സൗഹൃദ ധനസഹായവും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റു പ്രാദേശിക സഭകളൊന്നും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ഇക്കാര്യം. അവരത് ആദ്യം മുതൽ തന്നെ ചെയ്യുന്നുമുണ്ടായിരുന്നു. പണം ഏൽപ്പിക്കുക മാത്രമല്ല, അല്പകാലം കാരാഗൃഹത്തിൽ പൗലോസിന് ശുശ്രൂഷ ചെയ്യുവാൻ കൂടിയാണ് സഭ ഇദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്. എന്നാൽ അധിക ദിവസം പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ച് മരണത്തോട് വളരെ അടുത്തു. മറ്റ് ദുഃഖങ്ങൾ വേണ്ടുവോളമുള്ള പൗലോസിന് അതിനുമേൽ ദുഃഖം ഉണ്ടാകുമെന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ ആ ദുഃഖദിനങ്ങൾ വളരെയധികം ദീർഘിപ്പിച്ചില്ല. പൗലോസിൻ്റെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. ഇങ്ങനെ എപ്പഫ്രോദിത്തോസിൻ്റെ രോഗം സുഖമായി. ഇനി ഒട്ടും താമസിക്കാതെ ഈ സഹോദരനെ ഫിലിപ്പിയിലേക്ക് അയക്കുകയാണ് ഉചിതമെന്ന് പൗലോസിന് മനസ്സിലായി. സഭയ്ക്ക് ഒരു എഴുത്തെഴുതുവാൻ ഏറ്റവും പറ്റിയ അവസരമായിരുന്നു ഇത്. അവരയച്ച ധനസഹായത്തിന് നന്ദി പറയേണ്ടത് കൂടിയുണ്ട്. കൂടാതെ ഫിലിപ്പിയിലെ വിശ്വാസികൾ പലവിധ കഷ്ടലാഭങ്ങളിൽ കൂടി കടന്നു പോവുകയാണെന്നും പൗലോസിന് മനസ്സിലായിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് 2 വാക്ക് കുറിക്കണം. മറ്റൊന്നുകൂടി, സഭയിൽ അല്പമായ ഭിന്നത കടന്നുകൂടിയതായിട്ടും പൗലോസ് അറിഞ്ഞു. ക്രിസ്തീയ ഐക്യത്തിനുള്ള ഒരു ആഹ്വാനം നടത്തിയേ പറ്റൂ. ഇങ്ങനെ പൗലോസ് തൻ്റെ പ്രിയപ്പെട്ട സഭയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹസമ്പന്നമായ ഒരു കത്തെഴുതി. അതാണ് സന്തോഷത്തിൻ്റെ ലേഖനം എന്നറിയപ്പെടുന്ന ഫിലിപ്പിയ ലേഖനം. പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഫിലിപ്പിയ ലേഖനം. ആദ്യത്തെ 3 നാം നേരത്തെ കേട്ടു: എഫേസ്യർ, കൊലോസ്യർ, ഫിലമോൻ. AD 60 ഫിലിപ്പിയർ AD 61 എഴുതിയത്. തൻ്റെ 2ാം മിഷണറി യാത്രയിൽ പൗലോസ് ഫിലിപ്പിയ നഗരം സന്ദർശിച്ചപ്പോഴാണ് ലുദിയയും കാരാഗ്രഹ പ്രമാണിയും രക്ഷിക്കപ്പെട്ടത്. നാം അത് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ കണ്ടു. അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്ന സമയം അവിടെ ഒരു നല്ല സ്ഥലം സഭ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് സകല വിശുദ്ധന്മാരെയും അധ്യക്ഷന്മാരെയും ശുശ്രൂഷകരെയും സംബോധന ചെയ്തുകൊണ്ട് ഈ ലേഖനം എഴുതുന്നത്. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യമായി സുവിശേഷ സന്ദേശം കേട്ട് കർത്താവിനെ വിശ്വസിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫിലിപ്പിയ പട്ടണത്തിലെ ലുദിയ എന്ന സ്ത്രീയാണ്. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തി 16-14. റോമൻ തടവിൽ കിടക്കുന്ന പൗലോസ് അപ്പോസ്തലനെ സാമ്പത്തികമായി സഹായിക്കുവാൻ ഫിലിപ്പിയ വിശ്വാസികൾ ഈ എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യിൽ കൊടുത്തയച്ച കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്ന ഓർപ്പിച്ചല്ലോ. ഈ ലേഖനത്തിൻ്റെ പ്രധാന വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നത്രേ. ക്രിസ്തീയ അനുഭവം എന്നതാണ് ഇതിലെ പ്രധാന വിഷയം. പൗലോസ് തന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണം. റോമിൽ വിട്ട് തുടർന്ന് വീട്ടുതടങ്കലിലാണ് ഇപ്പോൾ പൗലോസ് പാർക്കുന്നതെങ്കിലും സന്തോഷിക്കുക എന്നും സന്തോഷം എന്നുമുള്ള പദങ്ങൾ ഇതിൽ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. അതെ, ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരുക എന്നതാണ് ശരിയായ ക്രിസ്തീയ അനുഭവം. ക്രിസ്തുവിൻ്റെ താഴ്ചയെയും അത്യുന്നതമായ ഉയർച്ചയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ കൊടുമുടിയിലേക്ക് ഉയരുകയാണ് ഈ ഫിലിപ്പിയ ലേഖനം. അതിലേക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.